آيات حق من الرحمن محدثات قادمات صفات الموصوف بالقدام. ആയാത്തു ഹഖിൻ, ഖുർആനിന്റെ സത്യസന്ധമായ ഈ ആയാത്തുകൾ മിൻ മുഅ്ജിസാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൂടെ ചേർത്തി കൊടുക്കണം. അഥവാ ആ ഖുർആൻ, അതിന്റെ ആയാത്തുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതെന്നല്ല, ഏറ്റവും മഹത്തായ മുഅ്ജിസത്ത് ഖുർആൻ തന്നെയാണ്. അത് എവിടെ നിന്ന് കിട്ടിയതാണ്? മിനർ റഹ്മാനി, റഹ്മാനായ അല്ലാഹുവിൽ നിന്ന് ലഭിച്ചതാണ്. മുഹദസത്തുൻ, അത് കാലം കൊണ്ട് അളക്കാൻ പറ്റുന്നതുമാണ്, അഥവാ പിൽക്കാലത്ത് ഉണ്ടായതാണ്. പിൽക്കാലത്ത് ഉണ്ടായതെന്ന് പറയുന്നത് ഖുർആനിന്റെ അക്ഷരങ്ങളും ശബ്ദങ്ങളും അടങ്ങുന്ന ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്ന ഖുർആനാണ്. എന്നാൽ അതിന്റെ ആശയം ഖദീമത്തുൻ, അത് മുമ്പേ ഉള്ളതാണ്. സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി, ഖിദമ കൊണ്ട് വിശേഷണം പറയപ്പെടാൻ പറ്റിയ അള്ളാഹുവിന്റെ വിശേഷണവുമാണ്. ഖിദമ എന്ന് പറഞ്ഞാൽ മുമ്പേ ഉള്ളവൻ എന്ന് വിശേഷണം പറയപ്പെടാൻ പറ്റുന്നത് അള്ളാഹുവിനെ പറ്റിയാണ്. ആ അള്ളാഹുവിന്റെ സിഫത്താണ്, വിശേഷണമാണ്, അവന്റെ കലാമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അവന്റെ കലാമാകുന്ന യഥാർത്ഥ ഖുർആനിനെ ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന് അക്ഷരങ്ങളും ശബ്ദങ്ങളും വേണം. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഖുർആൻ നമ്മൾ അക്ഷരങ്ങളും ശബ്ദങ്ങളും അടങ്ങിയ ഖുർആനെയാണ് കാണുന്നത്. അപ്പോ മുത്തുനബിയുടെ മുഅ്ജിസത്താണെന്ന് പറയുന്ന ആ ഖുർആൻ ഈ പറയുന്ന അക്ഷരങ്ങളും ശബ്ദങ്ങളും അടങ്ങിയ ഖുർആനെ പറ്റിയാണ്. അള്ളാഹുവിന്റെ വിശേഷണം ഒരിക്കലും പിന്നീട് ഉണ്ടായതാവില്ല. അത് അള്ളാഹു തആല മുമ്പേ ഉള്ളവനാണ്, ഉണ്ടാവലിന് തുടക്കമില്ലാത്തവനാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഏത് സിഫത്ത് വിശേഷണമാകട്ടെ അതൊക്കെ മുമ്പേ ഉള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഈ കലാമും മുമ്പേ ഉള്ളതാണ്. പക്ഷെ ആ കലാമാകുന്ന ഈ ഖുർആനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അക്ഷരങ്ങളും ശബ്ദങ്ങളും വേണം. അങ്ങനെ അക്ഷരങ്ങളും ശബ്ദങ്ങളുമായി പിന്നീട് രൂപപ്പെട്ടതാണ്. അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് കിട്ടിയതിന് ശേഷം ഘട്ടം ഘട്ടമായി 23 വർഷത്തെ ആ ഇടവേളയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അല്ലാഹു തആല വഹിയായി എത്തിച്ചു കൊടുത്തതാണ്. അപ്പൊ ഇവിടെ ഖുർആനിന്റെ 2 മുഖങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. അഥവാ ഒന്ന് അതിന്റെ ആശയവും, മറ്റൊന്ന് ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യരായ നമുക്കത് തിരിയാൻ വേണ്ടി അതിന്റെ പ്രതിബിംബം എന്നോണം അക്ഷരങ്ങളും ശബ്ദങ്ങളും ഉൾക്കൊള്ളുന്ന ഖുർആൻ. അങ്ങനെ 2 മുഖങ്ങളാണ്. അതിൽ അള്ളാഹുവിന്റെ സിഫത്ത് എന്ന് പറയുന്നത് അതിന്റെ ആശയങ്ങളെ പറ്റിയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രതിബിംബത്തെ പറ്റിയുമാണ്. ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്ന ഖുർആനെ പറ്റിയുമാണ്.